ദുരന്തർ 2 ആൻഡ് ആട് 3. അതെ, കുറച്ച് നാളുകൾക്ക് ശേഷം തിയേറ്ററുകൾ വീണ്ടും സജീവമാകാൻ പോവുകയാണ്. റമദാൻ്റെയൊക്കെ കാലമായതുകൊണ്ട് അധികം ഒരുപാട് വലിയ വലിയ സിനിമകളോ അല്ലെങ്കിൽ കൊച്ചു കൊച്ചു സിനിമകളാണെങ്കിൽ ഒരുപാട് സിനിമകളൊന്നും അങ്ങനെ ഇറങ്ങുന്നില്ലായിരുന്നു. വീണ്ടും ഈ 2 പടങ്ങളോടുകൂടിയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇനി വരാൻ പോകുന്ന ഏപ്രിൽ, മെയ് മാസങ്ങളിൽ ഒരുപാട് സിനിമകളുണ്ട്. കൂടാതെ ഒരു യുദ്ധത്തിൻ്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഒരുപാട് സിനിമകൾ മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയൊരു സിനിമ യശ് നായകനാകുന്ന ടോക്സിക് എന്ന് പറയുന്ന സിനിമ വരേണ്ടതായിരുന്നു 19-ന്, പക്ഷേ വരുന്നില്ല. പക്ഷേ നമുക്ക് ദുരന്തർ 2ഉം ആട് 3യും വരികയാണ്. നമുക്ക് ഈ 2 സിനിമകളെ പറ്റിയാണ് പറയാനുള്ളത്. ആദ്യം നമുക്ക് ആട് 3 എന്ന് പറയുന്ന സിനിമയെ പറ്റി സംസാരിക്കാം. ഷാജി പാപ്പൻ ആൻഡ് ടീം, അല്ലെങ്കിൽ ആ എൻ്റയർ ടീം, ഇതൊരു ജയസൂര്യ നായകനാകുന്ന ഒരു സിനിമ എന്ന് പറയാൻ പറ്റുന്ന ഒരു സിനിമയല്ല. ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. ഇതൊരു മൾട്ടി സ്റ്റാറർ സിനിമയാണ്. അതിനകത്ത് എനിക്ക് തോന്നുന്നൊരു ഇന്ത്യൻ സിനിമയിൽ അല്ലെങ്കിൽ ലോക സിനിമയിൽ ഒരു പരാജയപ്പെട്ട സിനിമയ്ക്ക് ഒരു സെക്കൻഡ് വരുന്നു, അതിനുശേഷം അതിൻ്റെ വലിയ വിജയത്തിന് ശേഷം ഒരു തേർഡ് പാർട്ട് വരുന്നു എന്ന് പറയുന്നത് അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. തിയേറ്ററിൽ ആട് 1 എന്ന് പറയുന്ന സിനിമ അത്ര വിജയമല്ലായിരുന്നു. പിന്നീട് OTT എന്നൊന്നും പറയാൻ പറ്റില്ല, ടൊറൻറ്റിലൂടെയും ടി വിയിലൂടെയൊക്കെ ഭയങ്കര ഹിറ്റായിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്ത വേർഷൻ അല്ല ഈ പറയുന്ന പോലെ OTTയിലും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ടൊറൻറ്റിലൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് അല്ലെങ്കിൽ ടി വിയിൽ കണ്ടിട്ടുള്ള ഒരു വേർഷൻ അങ്ങനെ അല്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതിനകത്ത് ഒരുപാട് മാറ്റം, തിയേറ്ററിൽ റിലീസായാൽ ഒരുപാട് മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും അവർ സെക്കൻഡ് പാർട്ട് ഇറക്കിയപ്പോൾ എന്തൊക്കെ മിസ്റ്റേക്കുകളാണ്, അല്ലെങ്കിൽ ചില സാധനങ്ങൾ വർക്കായില്ല, അല്ലെങ്കിൽ ചിലതൊക്കെ വർക്കായി എന്നൊരു കൺസെപ്റ്റ് അവർക്ക് മനസ്സിലായിട്ട് ആ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ടാണ് സെക്കൻഡ് പാർട്ട് അവർ റിലീസ് ചെയ്യുന്നതും അത് വലിയൊരു വിജയമാവുകയും ചെയ്തു. എടുത്തു പറയേണ്ട അതിൻ്റെ ക്യാരക്ടേഴ്സ് അല്ലേ. ഇപ്പോൾ ഷാജി പാപ്പൻ ആയിക്കോട്ടെ, ഡ്യൂഡ് ആയിക്കോട്ടെ, സാത്താൻ സേവിയർ ആയിക്കോട്ടെ, ക്യാപ്റ്റൻ ക്ലീറ്റസ് ആയിക്കോട്ടെ, അബു ആയിക്കോട്ടെ, അങ്ങനത്തെ അതിനകത്തുള്ള എല്ലാ ക്യാരക്ടേഴ്സുമായിട്ട് ഓഡിയൻസിനൊരു കണക്ഷനുണ്ട്. എനിക്കൊന്ന് അങ്ങനെ ഒരു പ്രത്യേക BGM ഉള്ള, നമുക്കെല്ലാം ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ഒരു കോമഡീസ് ഒന്നുമല്ല. എന്നാൽ പോലും നമുക്ക് കുറേ നാൾക്ക് ശേഷം അങ്ങനെ തിയേറ്ററിൽ അങ്ങനെ ചിരിച്ചു മറിയാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സിനിമയായിരുന്നു. അപ്പോൾ ബേസിക്കലി ഇപ്പോൾ അങ്ങനത്തെ കോമഡി സിനിമകൾ ഇറങ്ങുന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു പ്രോപ്പർ ഒരു കോമഡി സിനിമ ഔട്ട് ആൻഡ് ഔട്ട് ഒരു എൻ്റർടൈനർ അല്ലെ ഒരു കോമഡി സിനിമ അങ്ങനെ ഇറങ്ങുന്നില്ല. വല്ലപ്പോഴുമൊക്കെയാണ് കിട്ടുന്നത്. എന്തുകൊണ്ടോ കാരണത്താൽ പണ്ടങ്ങനെ ഒരുപാട് എൻ്റർടൈനേഴ്സ് അല്ലെങ്കിൽ കോമഡി സിനിമകൾ ഇറങ്ങുന്നുണ്ടായിരുന്നു. ഇപ്പം അത് വളരെ കുറവാണ്. സോ ആട് 3 എന്ന് പറയുന്ന സിനിമയുടെ ഏറ്റവും വലിയൊരു എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് തിയേറ്ററിൽ നമ്മൾ ഓളം വെച്ച് ഭയങ്കരമായിട്ട് എൻ്റർടൈൻ ആകുന്ന ഒരു രീതിയിലേക്ക് ആ ഒരു സിനിമ വരണം എന്നാണ്. പിന്നെ മിഥുൻ മാനുവൽ തോമസിൻ്റെ സിനിമയാണ്. മിഥുൻ എന്ന് പറയുന്ന ഡയറക്ടറിനെ ലോഞ്ച് ചെയ്ത സിനിമയാണ് ആട്. പക്ഷേ അദ്ദേഹം ആ ഒരു പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു വിജയ സിനിമയ്ക്ക് കിട്ടുന്നില്ല. പക്ഷേ ഇന്ന് അദ്ദേഹം ആലോചിക്കുകയാണെങ്കിൽ ആ ഒരു പടമാണ് മിഥുൻ മാനുവൽ തോമസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ആട് 3യെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു എക്സൈറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഈ കോമഡി, ഈ പറയുന്ന നമ്മൾ കണ്ടിട്ടുള്ള ആ ക്യാരക്ടേഴ്സിൻ്റെ റീയൂണിയൻ, അതിലുപരി ഇതിനൊരു ജോണർ ഷിഫ്റ്റ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. സോ അതെങ്ങനെയാണ് അവരത് ഈ ഒരു പടത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു എക്സൈറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് തന്നെ ഈ ഡ്യൂഡായിക്കോട്ടെ, അല്ലെങ്കിൽ ഇവരെ നമ്മൾ ചില ക്യാരക്ടേഴ്സ് ആ സിനിമയിൽ നമ്മൾ ഇപ്പോൾ ഇരുന്ന് ആലോചിക്കുന്ന സമയത്ത് ചില ക്യാരക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ടില്ല. അത്രയും വലിയൊരു സിനിമയാണെങ്കിൽ പോലും ചില ക്യാരക്ടേഴ്സിൻ്റെ ക്രോസ് ഓവർ ആ സിനിമയിൽ നടന്നിട്ടില്ല. അതിപ്പോൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ശരിയാണല്ലോ, ഇന്ന ആളെ സാത്താൻ സേവിയറിനെ നമ്മുടെ ഷാജി പാപ്പൻ നേരിട്ട് കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരുപാട് ക്യാരക്ടേഴ്സ് തമ്മിലുള്ളൊരു ക്രോസ് ഓവർ അവിടെ മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു സിനിമയുടെ ഒരു എക്സൈറ്റ്മെൻറ്റ് കൂട്ടാനുള്ള അതൊക്കെ ഇതിനകത്ത് വരുമ്പോൾ എങ്ങനെയാണ്, എസ്പെഷ്യലി ഭയങ്കര എക്സൈറ്റഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ആ ജോണർ ഷിഫ്റ്റ്, ആ ഒരു പീരിയോഡിക് സിനിമകൾ നമ്മൾ പണ്ട് ഒരുപാട് പീരിയോഡിക് സിനിമകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് ഈ പറയുന്ന പോലെ ഇപ്പോൾ ബാഹുബലി എന്ന് എടുത്തിട്ട് ബാഹുബലിയുടെ ബാഹുബലി 2ൻ്റെ ഒരു ഫസ്റ്റ് ഹാഫിനകത്ത് ഒരു പീരിയോഡിക് സ്വഭാവം ഉണ്ടെങ്കിലും കുറച്ച് എൻ്റർടൈൻമെൻറ്റും കൂടെ അവരതിനകത്ത് മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിൽ ഫുൾ സീരിയസ് ആയിട്ടുള്ള രാജാവ് മന്ത്രി ആരവിടെ എന്നൊക്കെ ചോദിച്ചു ഭയങ്കര സീരിയസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ യുദ്ധം ചെയ്യണം എന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റ് അല്ല. അതിനകത്ത് കുറച്ചൊരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ ഉണ്ട്. എസ്പെഷ്യലി കട്ടപ്പ ബാഹുബലി തമ്മിലുള്ള ഒരു കോംബോ ഒക്കെ ഒരു കോമഡി, ഇപ്പം ഒരു ചളി എന്നൊക്കെ പറയാമെങ്കിലും ആ ഒരു സിനിമയ്ക്കകത്ത് അവരത് ഭയങ്കര കറക്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടാണ് ആ സമയത്ത് അത് കൊണ്ടുവന്നത്. സോ ഈ ഒരു പടത്തിലും എസ്പെഷ്യലി പീരിയോഡിക് സിനിമകൾക്ക് അങ്ങനെ ഒരു സീരിയസ് സ്വഭാവമുണ്ട്. പക്ഷെ അതിനകത്തോട്ടാണ് ഇവർ ഈ ഒരു കോമഡി കൊണ്ടുവരുന്നത്. അതിൻ്റെ ഒരു ട്രെയിലർ ഞാൻ കണ്ട സമയത്തും അതിൻ്റെ തുടക്കം ഭയങ്കര സീരിയസ് ആയിട്ട്, ആടിൻ്റെ സിനിമ അല്ല, ആടെന്ന് പറയുന്നതിനകത്ത് നമ്മൾ ഇതല്ലല്ലോ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ഒരു പോയിൻ്റിലൊരു ഷിഫ്റ്റ് ഉണ്ട് ആ ട്രെയിലറിൻ്റെ തന്നെ. അവിടെ വെച്ച് ഓക്കെ, ഇത് തന്നെയാണ് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു
ആ ഷാജി പാപ്പൻ്റെയും അല്ലെങ്കിൽ ആ ഒരു ആടിൻ്റെ ഒരു വൈബുണ്ട്. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്. പിന്നെ ഒരു ഏറ്റവും വലിയ ചോദ്യം ചോദിക്കാനുള്ളത് ആടെവിടെ പപ്പാനെ, കുറേ നാളായി ആടില്ലാതെ. ഇതിനകത്ത് ആടിനൊരു ഇമ്പോർട്ടൻറ്റ് ഫസ്റ്റിനകത്തുണ്ട്. അതൊരു ഒരു തുടക്കത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നു, പിന്നെ പിന്നെ ഇമ്പോർട്ടൻസ് കുറഞ്ഞ് അത് വേറൊരു ഇതിലേക്ക് മാറുന്നു. സെക്കൻഡ് വന്നപ്പോൾ ആടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഒരു പോയിന്റിൽ ടൈറ്റിൽ വരുന്നിടത്തായിട്ടുണ്ട്. പക്ഷേ ആ മെയിൻ കഥ എന്ന് പറയുന്ന ആടിനെ ബേസ് ചെയ്തിട്ടില്ല. പക്ഷേ തേർഡിൽ വരുമ്പോൾ അറ്റ്ലീസ്റ്റ് ആടിന് എന്തൊക്കെയോ ഇമ്പോർട്ടൻസ് വരുമെന്ന് വിചാരിക്കുന്നു. എസ്പെഷ്യലി അതിനകത്ത് കുറച്ച് ഹിഡൻ ഡീറ്റെയിൽസിനകത്ത് കണ്ടിരുന്നു ആടിൻ്റെ കുറച്ച് കാര്യങ്ങൾ. ചിലപ്പോൾ ഉണ്ടാകും ആട് എന്ന് പറയുന്ന പേര് ഫ്രാഞ്ചൈസി ആയതുകൊണ്ട് കണ്ടിന്യൂ ആകുന്നതിന് പകരം ആടെന്നുള്ള ഒരു കൺസെപ്റ്റും അതിനകത്തുണ്ടാകട്ടെ. സോ ഒരുപാട് നാൾക്ക് ശേഷം ജയസൂര്യ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ തിയേറ്ററിലേക്ക് വരികയാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ ഒരു സിനിമയുണ്ട്. എസ്പെഷ്യലി ആ ഒരു ജോണർ ആണ്, അത് തന്നെയാണ് ഒരു എന്താ പറയുക എക്സൈറ്റിംഗ് ഫാക്ടർ. ഒരുപാട് നാളായി എനിക്ക് തോന്നുന്നു സർവമ്മായാണ് ഒരു അതിലും അങ്ങനെ ഔട്ട് ആൻഡ് ഔട്ട് എൻ്റർടൈനർ അല്ല, എന്നാൽ പോലും ഒരു കുറച്ച് തിയേറ്ററിലൊരു സന്തോഷിച്ച് ഭയങ്കര ലൈറ്റ് ഹാർട്ടഡായിട്ടൊക്കെ ഇരുന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു രീതിയിലേക്കൊന്നും പോകാതെ ഇരുന്ന് ചിരിച്ച് കളിച്ച് ഒക്കെ തിയേറ്ററിൽ എന്താ പറയുക തിയേറ്ററിൽ നമ്മൾ എൻജോയ് ചെയ്യുന്നൊരു സിനിമ വന്നത്. സോ അതിനുശേഷം ഉണ്ട് പ്രകമ്പനമൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ പോലും അതിനൊക്കെ ഒരു ലിമിറ്റേഷനൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഔട്ട് ആൻഡ് ഔട്ട് കോമഡി എൻ്റർടൈനർ എന്നൊരു രീതിയിൽ ആടെന്ന് പറയുന്ന സിനിമ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ്. അത് ഒരു വേറെ ലെവലിലോട്ട് കൊണ്ടുപോകട്ടെ. തിയേറ്ററിൽ പിന്നെയും ഇപ്പോൾ കുറച്ച് നാളായിട്ട് അങ്ങനെ വലിയ മലയാള സിനിമ ഈ 2026 ഇറങ്ങിയതിന് ശേഷവും അങ്ങനെ വലിയ ഭയങ്കര സംഭവമാക്കിയ സിനിമകളൊന്നും അധികം വന്നിട്ടില്ല. സോ തിയേറ്ററിലേക്ക് പിന്നെയും ആളുകൾ വരണം. അതിനു വേണ്ടിയിട്ട് ഈ ഒരു സിനിമ സഹായിക്കട്ടെ. യുദ്ധമൊക്കെ ഉണ്ട്. എനിക്കൊന്ന് GCCയിലൊന്നും ഇതിന് അത്ര റിലീസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ പല സിനിമകളും മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇത് ഫോർച്യുനേറ്റ്ലി ഈ ഒരു സിനിമ മാറ്റിയിട്ടില്ല. അങ്ങനെ ആട് ഏതായാലും വരുന്നുണ്ട്. ആട് 3 അതിൻ്റെ എൻ്റെ ടീമിന് ഭയങ്കര ഒരു ഓൾ ദ ബെസ്റ്റ്. നല്ലൊരു കിടിലൻ എൻ്റർടൈനർ തന്നെ കിട്ടട്ടെ. ഇനി പറയാനുള്ളത് ദുരന്തർ 2. എനിക്കൊന്നും അതിനെപ്പറ്റി ആദ്യം പറയുമ്പോൾ നമ്മൾ പറയേണ്ടത് ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്ന ഒരു കളി കുറച്ച് നാളായിട്ട് ഇന്ത്യൻ സിനിമയിൽ കളിക്കുന്നുണ്ട്. അതായത് ആൾക്കാരെ പറ്റിക്കുന്ന രീതിയിലാണ് പല സിനിമകളും. ഇപ്പം ബാഹുബലി ആയിക്കോട്ടെ, KGF 2 അത് മാത്രമേ ഉള്ളൂ ഒരു പ്രോപ്പർ ഒരു ഫസ്റ്റ് സെക്കൻഡ് പാർട്ട് ഒക്കെ പ്രോപ്പർലി വന്നിട്ടുണ്ട്. ഞാൻ ദൃശ്യം അതുപോലത്തെ സിനിമകളെ പറ്റി പറയുന്നില്ല. കാര്യം അത് ഓൾറെഡി പിന്നീട് അതിൻ്റെ വിജയം മനസ്സിലാക്കിയതിന് ശേഷം പിന്നീട് അതിനൊരു കഥയ്ക്കൊരു കണ്ടിന്യൂഷൻ ആവശ്യമായി വന്നു. പിന്നെ അതങ്ങനെ പറഞ്ഞു പോകുന്ന അങ്ങനത്തെ ഒരു ഇതാണ്. ഇപ്പം CBI സീരീസൊക്കെ അങ്ങനെ ഉണ്ട്. ഫസ്റ്റ് വരുന്നു, പിന്നെ ആ ഒരു ക്യാരക്ടറിൻ്റെ വേറൊരു കഥ, അങ്ങനെ. അതല്ല ഞാൻ പറയുന്നത്. ഒരു സിനിമയെ തന്നെ 2 പാർട്ടാക്കി KGF 1 and 2 ആൻഡ് ബാഹുബലി 1 and 2. അതല്ലാതെ ഒരുപാട് സിനിമകൾ റീസെൻ്റ്ലി വന്നിട്ട് ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് എന്നിട്ട് ആൾക്കാരെ പറ്റിക്കുന്ന രീതിയിലേക്ക് പോവുകയാണ്. ഒരു പ്രോപ്പർലി അത് സ്റ്റിച്ച് ചെയ്ത് ഫസ്റ്റ് പാർട്ടിന് തന്നെ ഒരു കഥയില്ല, പിന്നെ സെക്കൻഡ് പാർട്ടിനൊരു ബിസിനസ്, അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ട് എങ്ങനെയോ ജയിച്ചു എന്നാൽ പിന്നെ നമുക്കൊരു സെക്കൻഡ് പാർട്ടിലൂടെ ലീഡിട്ട് വെച്ചേക്കാവുന്ന രീതിയിലേക്ക് പോകുന്ന ആ ഒരു ടൈമിലാണ് ദുരന്തർ. എനിക്കൊന്ന് ദുരന്തർ ഇറങ്ങിയ ഒരു 6 മാസത്തിനുള്ളിൽ, 3 മാസം 3.5 മാസത്തിനുള്ളിൽ തന്നെ ആ ഒരു ടൈമിൽ തന്നെ എൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നത്. ഫസ്റ്റും സെക്കൻഡും ഒരേ സമയത്ത് ഷൂട്ട് ചെയ്തിട്ട് അതിൻ്റെ 2 പാർട്ട് ഇത്രയും ടൈമിനുള്ളിൽ, അതായത് അതിൻ്റെ ഒരു ഓളം നമ്മൾ മറന്നു പോയിട്ടില്ല. ആ ഒരു കഥ അല്ലെങ്കിൽ ആ ഒരു സിനിമയുടെ റൺ തിയേറ്ററിൽ കഴിയുന്നു, അതേ ടൈം കുറച്ച് കഴിയുമ്പോൾ തന്നെ നെറ്റ്ഫ്ലിക്സിൽ വരുന്നു. അപ്പോഴത്തേക്ക് നെറ്റ്ഫ്ലിക്സ് വന്ന് കുറച്ച് നാളാകുമ്പോഴത്തേക്ക് സെക്കൻഡ് പാർട്ട് വരുന്നു. 2 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ 1 ദിവസത്തിനുള്ളിൽ സെക്കൻഡ് പാർട്ട് വരുന്നു. സോ എന്താ പറയുക, അത് ഭയങ്കര എക്സൈറ്റഡ് ആണ് ആ ഒരു ടീമിന്. അതിന് വലിയൊരു ഹാറ്റ്സ് ഓഫ്. ഈ സിനിമയുടെ സെക്കൻഡ് പാർട്ടിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എന്നാൽ പോലും അവരങ്ങനെ ഒരു രീതിയിൽ അതിനെ ഡിസൈൻ ചെയ്തതിനോട് ഭയങ്കരമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ദുരന്തർ 1 എന്ന് പറയുന്ന തിയേറ്ററിക്കലി ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ഒരു സിനിമയാണ്. അതെനിക്കൊന്നു ഇന്ത്യൻ സിനിമയിൽ ഭയങ്കര ഹിറ്റായ സിനിമകളെല്ലാം എന്താ പറയുക ഫസ്റ്റ് ഇനിഷ്യൽ ഡേ എല്ലാത്തിനും ഒരു നെഗറ്റീവ് വരാറുണ്ട്. ഇപ്പോൾ ബാഹുബലി 1 ഇന്ത്യ മൊത്തം ഓളം ഉണ്ടെങ്കിൽ പോലും തെലുങ്കിൽ ഭയങ്കരമായിട്ട് നെഗറ്റീവ് വന്നൊരു സിനിമയാണ്. അങ്ങനെ ഇപ്പോൾ ഷോലെ എന്ന് പറയുന്ന സിനിമ ഫസ്റ്റ് ഭയങ്കരമായിട്ട് നെഗറ്റീവ് വന്നൊരു സിനിമയാണ്, പിന്നീട് ഒരു ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ സിനിമയാണ്. അതുപോലൊക്കെ തന്നെയാണ് ദുരന്തറും ഇനീഷ്യൽ ഡേയ്സിൽ ഭയങ്കര നെഗറ്റീവ് ഒരു റിവ്യൂസ് വരുന്നു, ഒരു അഭിപ്രായം വരുന്നു. പിന്നീട് കണ്ടത് ഇന്ത്യയിൽ ഹിന്ദി മാർക്കറ്റ് വെച്ച് മാത്രം, എസ്പെഷ്യലി GCCയിൽ അതിന് ബാൻ ഉണ്ടായിരുന്നു. അത് വെച്ചുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കളക്ഷൻ എന്ന് പറയുന്നത് 1300 കോടിയിൽ മുകളിലാണ്. സോ ഇപ്പം ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യ മുഴുവനുള്ള ഒരു പ്രോപ്പർ പാൻ ഇന്ത്യൻ സിനിമ എന്ന രീതിയിലാണ്. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ ചോദിച്ചാൽ ആവശ്യമില്ല, എന്നാൽ പോലും കുറച്ചുകൂടെ റീജിയണൽ ആൾക്കാരെയും കൂടെ അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ഹിന്ദി ഉൾപ്പെടെ, ഹിന്ദി, തെലുഗു, തമിഴ്, മലയാളത്തിൽ വരെ ഉണ്ട് അതിൻ്റെ ഒരു
ഭാഷ എന്ന് പറയുന്ന റിലീസ് വരുന്നത്. സോ ഹിന്ദി തന്നെ, മലയാളികൾ പൊതുവേ ഹിന്ദി ഒരു തന്നെ ആയിരിക്കും ചെയ്യുന്നത്. പക്ഷേ എനിക്കൊന്ന് ഫസ്റ്റിനേക്കാൾ കുറച്ചുകൂടി ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സെക്കൻഡിലുണ്ട്. അത് എസ്പെഷ്യലി അവർ ആ രണ്ടും കൂടെ അങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഫസ്റ്റിൻ്റെ ട്രെയിലർ കണ്ടിട്ടുള്ളവർക്കറിയാം. അതിനകത്ത് കുറേ സാധനങ്ങൾ നമുക്ക് അതൊക്കെ എവിടെയെന്ന് തോന്നുന്നുണ്ടായിരുന്നു. അതൊക്കെ സെക്കൻഡിലാണ് വരാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു സെക്കൻഡ് നമ്മൾ വിചാരിക്കുന്നതിൽ വലിയ കഥ അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർ റിവെഞ്ച് എന്ന് പറയുന്നതിനെ നിർത്തി അവരെങ്ങനെയാണ് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നതാണ്. എസ്പെഷ്യലി പറയേണ്ടത് ഇതിൻ്റെ ഒരു റൺ ടൈമാണ്. ഏകദേശം 4 മണിക്കൂറാണ് എൻ്റെ റൺ ടൈം. അത് പക്ഷേ ഇപ്പം ഫസ്റ്റ് പാർട്ടിനാണെങ്കിൽ പോലും ഒരു 3.25 മണിക്കൂറോളം ഉണ്ടായിരുന്നു. അതൊരിക്കലും നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്ന രീതിയിലേക്ക് ട്രാക്ക് ചെയ്ത് കൊണ്ടുപോകല്ല ചെയ്തത്. ആ കഥയ്ക്ക് ആവശ്യമാണ് അത്രയും പടം, അത്രയും ഡ്യൂറേഷൻ വേണം. അതുകൊണ്ടാണ്, അല്ലാതെ പിന്നിട്ട് ഒരു കാര്യം തന്നെ പറയാനറിയില്ല, അതിനെ വലിച്ച് കൊണ്ടുപോകല്ല. പക്ഷേ ഈ ഒരു പടത്തിലേക്ക് വരുമ്പോൾ അത് അവരെങ്ങനെ അത് മാനേജ് ചെയ്തിട്ടുള്ളതെന്നാണ്. എസ്പെഷ്യലി ഇത് ബാഹുബലി 1, 2 ഒക്കെ ആണെങ്കിൽ പോലും 2 പാർട്സായിട്ട് ആണ് അവരത് പ്ലാൻ ചെയ്തെങ്കിലും ഫസ്റ്റ് റിലീസായതിന് ശേഷമാണ് അതിൻ്റെ മെജോറിറ്റി ഷൂട്ടും നടക്കുന്നത്. അത് KGF ആണെങ്കിലും ബാഹുബലി 2 ആണെങ്കിലും, KGF 2 ആണെങ്കിലും ബാഹുബലി 2 ആണെങ്കിലും ഇവരങ്ങനെയാണ്. അത് പിന്നീട് ഒരു പോയിൻറ്റ് ആ പടം ഫസ്റ്റ് റിലീസാവുന്നു, സെക്കൻഡിൻ്റെ കുറച്ച് പോർഷൻസ് മാത്രമേ അവർ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഈ സിനിമയ്ക്ക് നെഗറ്റീവ് വരുവാണെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ നോക്കി അതിനെ അനലൈസ് ചെയ്തതിന് ശേഷമാണ് ഇവർ ബാക്കിയുള്ളവരെല്ലാം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഈവൻ പുഷ്പ 1 and 2 ആണെങ്കിൽ പോലും അതിനെപ്പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ദുരന്തർ അങ്ങനെയല്ല. ദുരന്തർ ഓൾറെഡി ഫുൾ പാക്ഡായിട്ട് അവർ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ സാധനമാണ്. അതിനെ ഈ പറയുന്ന പോലെ ഒരു പ്രോപ്പർ ഒരു 6 മാസത്തിനുള്ളിൽ അത് ഒരു തവണ പറഞ്ഞാൽ പോരാ, അതിനെ അപ്രിഷ്യേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ഡെഫിനറ്റ്ലി അത് അപ്രിഷ്യേറ്റ് ചെയ്യണം. ഒരു ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞ ഒരാൾക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം. ഇപ്പോൾ ബാഹുബലി എന്ന് പറയുന്ന സിനിമ ഇന്ത്യൻ സിനിമയിൽ ഇങ്ങനെ ഒരു പാത്ത് തുറന്നിട്ടപ്പോൾ എല്ലാവരും അതിനെ പ്രോപ്പർലി പറയുകയാണെങ്കിൽ മിസ്യൂസ് ചെയ്യുകയാണ് ചെയ്തത്. ഈവൻ ഒരു ഷോർട്ട് ഫിലിം പോലും തന്നെ പ്രോപ്പർലി കൺക്ലൂഡ് ചെയ്യാൻ അറിയില്ല. എന്നാൽ പിന്നെ അതിൻ്റെ എൻഡിൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഇനി സെക്കൻഡ് പാർട്ട് ഞങ്ങൾ കാണിച്ചു തരുമെന്നും പറഞ്ഞിട്ട് ലിറ്ററലി ആൾക്കാരെ പറ്റിക്കുന്ന ഒരു ഫീലായിരുന്നു. അത് ബാഹുബലി ഒരു KGF അതിനകത്തുള്ള കഥ പ്രോപ്പർലി അതങ്ങനെ പറയാനേ പറ്റൂ, അല്ലെങ്കിൽ വല്ല വെബ് സീരീസ് ആയിട്ട് ഇറങ്ങണം. അതല്ലാതെ അതിന് അത്രയും ഡ്യൂറേഷൻ ഉണ്ട് എന്ന് പ്രോപ്പർലി ഇപ്പം ഇപ്പം കൽക്കി എന്ന് പറയുന്ന സിനിമ, അതിന് ആ ഒരു കഥ അത്രയും പറയാനുണ്ട്. ഇനി നെക്സ്റ്റിലാണ് ബാക്കിയുള്ള കഥ പറയാൻ. അല്ലെങ്കിൽ ഒരു ദിവസം മുഴുവൻ ഒരാളെ ഒരു തിയേറ്ററിൽ ഇരുത്താൻ പറ്റില്ല, അല്ലെങ്കിൽ 10 മണിക്കൂർ സിനിമ പോസിബിൾ അല്ല. അപ്പം അതുകൊണ്ട് അതങ്ങനെ ആക്കിയേക്കുവാണ്. അപ്പം ദുരന്തർ എന്ന് പറയുന്നത് ഭയങ്കരമായ അതിലും വലിയൊരു ഇതാണ് തുറന്നിട്ടിരിക്കുന്നത്. ഇങ്ങനെയാകണം ബാഹുബലി കണ്ടിട്ട് ഒരു പ്രോപ്പർ ഒരു കഥയില്ലാതെ ഫസ്റ്റ് പാർട്ട് ഹിറ്റ് അതിൻ്റെ പേരിൽ സെക്കൻഡ് പാർട്ട് എടുക്കാൻ വരുന്നതിന് പകരം നിങ്ങൾക്ക് ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് ഒരു ഐഡിയ ഉണ്ട്, ഈ കഥ പറയാൻ 2 പാർട്ടിലേ പറ്റൂ. ഓക്കെ നമുക്കിത് രണ്ടും കൂടി ഒരു സിനിമയായിട്ട് ഷൂട്ട് ചെയ്ത് അതങ്ങനെ പ്രോപ്പർലി എടുത്ത് അതിനെ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് അത് ആൾക്കാർ മറന്നു പോകുന്നതിന് മുമ്പ് ബാഹുബലി ആണെങ്കിലും KGF ആണെങ്കിലും ഒരു പരിധിക്കപ്പുറത്തോട്ട് നമ്മൾ 2-2.5 വർഷം വെയിറ്റ് ചെയ്തു അല്ലേ. KGF അത് കൂടുതൽ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടാണ് കാണുന്നത്. ഇതെന്ന് വെച്ചാൽ നമ്മൾ ദുരന്തർ മറന്നു പോയിട്ട് പോലും ഇല്ല. ദുരന്തറിൻ്റെ ഏത് എഴുത്താലും നമുക്കറിയാം ആ ഒരു ടൈമിൽ തന്നെ സെക്കൻഡ് വരുന്നു. ഇതിൻ്റെ ബാക്കിയുള്ള ഇനി എന്തെങ്കിലും വരുവാണെന്നും അറിയില്ല. എന്നാൽ പോലും നമുക്ക് ആ ഒരു കഥയ്ക്കകത്ത് നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് വരുന്നു. ആദിത്യദർ എൻ്റെ ടീമിന് അതിനൊരു വലിയ ഹാറ്റ്സ് ഓഫ്. അതിൻ്റെ നെഗറ്റീവ് ആസ്പെക്റ്റ് ആ സിനിമയ്ക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇതിനകത്ത് അതുണ്ട് ഇതുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ പോലും ആസ് എ ഫിലിം നമ്മളത് കാണുന്ന സമയത്ത് നമുക്കത് ഭയങ്കര ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ്. അതിൻ്റെ ഒരു 100 ഇരട്ടി ആയിരിക്കും ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റിനകത്ത് ഒരു ലിങ്ക് മിസ്സിംഗ് ആയിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ പറയാതെ പറഞ്ഞിരിക്കുന്നത്, അതിനൊക്കെ ഒരു ക്ലാരിറ്റി അതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ കിട്ടും. കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ ആയിരിക്കും അത് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ദുരന്തർ ഫസ്റ്റിനകത്ത് കുറച്ച് ലോജിക്കൽ പ്രശ്നങ്ങളൊക്കെ തോന്നിയ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊരു സ്പോയിലർ അല്ലെങ്കിൽ ഇന്നും ഇത് കണ്ടിട്ടില്ലാത്തവർക്ക് അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ക്ലൈമാക്സിനോട് അടുപ്പിച്ച് നടക്കുന്ന കുറച്ച് ഇവൻറ്റ്സ് ഒക്കെ എനിക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആൻഡ് അത് ഭയങ്കര ലോജിക്കലി പ്രശ്നമായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ തിയേറ്ററിൽ നമ്മളത് കാണുന്ന സമയത്ത് നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കില്ല. അതാണ് ഒരു സിനിമ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ബുക്ക് എടുത്തുകൊണ്ട് പോയിട്ട് ഓക്കെ ഇവിടെ ഇന്ന പ്രശ്നമുണ്ട് അങ്ങനെയല്ല. നമ്മൾ തിയേറ്ററിൽ പോകുമ്പോൾ അങ്ങനെയല്ലല്ലോ. അപ്പോൾ അങ്ങനെ നോർമലി നമ്മളൊരു ഫ്രീ മൈൻഡിലിരുന്ന് കാണുന്ന സമയത്ത് നമുക്ക് ഈ പ്രശ്നങ്ങൾ ഫീൽ ചെയ്യാത്ത രീതിയിൽ പ്രശ്നങ്ങളുണ്ടാകും. പ്രശ്നങ്ങളില്ലാത്തൊരു സിനിമയും ലോകത്തില്ല. സോ അങ്ങനെയുള്ള ദുരന്തർ എന്ന് പറയുന്ന സിനിമ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഈ ഒരു സിനിമ 19-ാം തീയതിയാണ് 2 സിനിമയും. പിന്നെ ടോക്സിക്കാണ്, അൺഫോർച്ചുനേറ്റ്ലി അത് വരേണ്ട ആയിരുന്നു. പക്ഷേ ഈ പറയുന്ന പോലെ യുദ്ധം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുള്ളത് കൊണ്ട് അത് പുഷ് ചെയ്ത് അവർ ജൂണിലേക്ക് മാറ്റി.
ഒരുപാട് സിനിമകൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഇതൊക്കെ വരും എന്ന് പറയും. ഇപ്പോൾ ടോക്സിക്, ദുരന്തർ പോലുള്ള വലിയ സിനിമകൾക്കിടയിൽ അത് പെട്ടുപോകണ്ടെന്ന് വിചാരിച്ച് പല സിനിമകളും മാറ്റി. പക്ഷേ ടോക്സിക്കിനകത്തുനിന്ന് മൊത്തത്തിൽ മാറിയിട്ട് കുറച്ചുകൂടെ വൈഡ് ഓഡിയൻസ് വരുന്നതിന് ശേഷം, അതായത് അത്രയും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ഉള്ളതാണ്. സോ GCC പോലെ ദുരന്തറിനെ സംബന്ധിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ദുരന്തർ ഓൾറെഡി ഫസ്റ്റ് പാർട്ട് GCC ബാനായിരുന്നു. ഇനിയിപ്പോൾ അവർക്ക് ഇവിടെ എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. അവർ ഇന്ത്യയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ മറ്റ് ഇത് പ്രശ്നമില്ലാത്ത കൺട്രീസ് അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ട് ഓടിയ അത് മാത്രം അവർക്ക് മതി. പക്ഷേ ബാക്കിയുള്ള സിനിമകൾ അങ്ങനെയല്ല. ഇനി ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഒരുപാട് വലിയ വലിയ സിനിമകൾ വരുന്നുണ്ട്. മലയാളത്തിൽ തന്നെ മലയാളത്തിൻ്റെ ഏറ്റവും ആൻറ്റിസിപ്പേറ്റഡ് ദൃശ്യം എന്ന് പറയുന്ന സിനിമ വരുന്നുണ്ട്. ദൃശ്യമൊക്കെ വരുന്നുണ്ട്, പക്ഷേ അതിൻ്റെ പരിപാടികളൊന്നും അറിയില്ല. എങ്ങനെയാണ് ഇതിൻ്റെ പേരിൽ ഇനി പുഷ് ചെയ്യുമെന്ന് അറിയില്ല. എന്നാൽ പോലും വാഴ 2 എന്ന് പറയുന്ന സിനിമ വരുന്നുണ്ട്, പേട്രിയറ്റ് വരുന്നുണ്ട്, പിന്നെ ഒരു ജനനായകൻ എന്ന് പറയുന്ന സിനിമ, അത് എവിടെ ആയെന്നറിയില്ല. ഇതൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ അദ്ദേഹത്തിൻ്റെ കറുപ്പ് എന്ന് പറയുന്ന സിനിമ, അതൊക്കെ ഈ വരുന്ന ഈ മാസങ്ങളിലായിട്ട്, നെക്സ്റ്റ് മന്ത് അല്ല, അതൊക്കെ ഈ വർഷമുള്ളതാണ്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ ഈ പറയുന്ന പോലെ യുദ്ധം പോലുള്ള കാര്യങ്ങൾ വെച്ച് ഇങ്ങനെ മാറിക്കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ കുളമായി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൂടെ ടൈറ്റ് കൊണ്ടുവന്നിട്ട് എന്താ പറയുക, റിലീസൊക്കെ ചെയ്യേണ്ടി വരും. അതിന് മുമ്പ് ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആകട്ടെ. ഏതായാലും ആട് 3 ആൻഡ് ദുരന്തർ എന്ന് പറയുന്ന 2 സിനിമകളും ഭയങ്കര ഹൈലി ആൻറ്റിസിപ്പേറ്റഡ് ആണ്. ഭയങ്കരമായിട്ട് എക്സ്പെക്റ്റേഷനുള്ള സിനിമയാണ്. ബിക്കോസ് അത് അങ്ങനെയാണ് ആ സിനിമകൾ വന്നിരിക്കുന്നത്. ഫസ്റ്റ്, സെക്കൻഡ്, ആട് 1 ആൻഡ് 2 ആൻഡ് ദുരന്തർ 1. എന്താ പറയുക, രൺബീറിൻ്റെയൊക്കെ കരിയറിലെ ബെസ്റ്റ്. അക്ഷയ് ഖന്ന അദ്ദേഹം ആ ഒരു ക്യാരക്ടർ ഇല്ല, എന്നാൽ പോലും സഞ്ജയ് ദത്ത്, അങ്ങനത്തെ ഒരു അവരുടെയൊക്കെ ഒരു കരിയർ ബെസ്റ്റ് ഇത്. പിന്നെ ആട് 3ലേക്ക് വരികയാണെങ്കിൽ ജേട്ടനായിക്കോട്ടെ അല്ലെങ്കിൽ എൻ്റെ കാസ്റ്റ് ആയിക്കോട്ടെ, അവരുടെ ഒരു ഡ്രീം പ്രോജക്റ്റാണ്. മലയാളികൾ ഭയങ്കരമായിട്ട് ഏറ്റെടുത്തൊരു ക്യാരക്ടേഴ്സാണ്. സോ അവരുടെ ഒരു പുതിയ ജേർണി അതെങ്ങനെയാകും എന്നുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. എന്നാൽ പോലും അത് തിയേറ്ററിൽ ഭയങ്കര പക്ക ഒരു എൻ്റർടൈനർ ആകുമെന്ന് ആണ് എക്സ്പെക്റ്റേഷൻ. അങ്ങനെ തന്നെ ആകാനാണ് ചാൻസ്. അത് അവരതിനകത്തുള്ള മിസ്റ്റേക്കുകളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും വരുന്നത്. സോ ഭയങ്കര എക്സൈറ്റഡ് ആണ്. സോ നിങ്ങൾ ഈ 2 പടങ്ങളിൽ ഏത് സിനിമയാണ് കാണാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഏത് സിനിമയ്ക്ക് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്? കമൻറ്റിൽ പറയുക.